4-5 കുട്ടികൾ മൂക്കിൽ ശ്വാസകോശ തടസ്സം വന്ന് വിട്ടുമാറാത്ത ജലദോഷം കാരണം സർജറി കഴിഞ്ഞ അഡിനോയിഡ് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. ഇതായി ചൊറിയത് കാരണം അധികം ബുദ്ധിമുട്ട്. ഈ കയ്യിൽ വന്നിട്ടുള്ള ഈ കാണുന്ന പാടുകളൊക്കെ, പിന്നെ വേനൽ പറഞ്ഞ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മാറിപ്പോയിക്കോളാനൊക്കെ പറയുന്നൊരു ക്രഷറിൻ്റെ ഉടമ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാവുമെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പാലക്കാട് കരിമ്പുഴ കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് പാതയിലുള്ള സ്വകാര്യ ക്രഷറിന് മുന്നിലാണ് ഞാനുള്ളത്. ഈ സ്വകാര്യ ക്രഷറിനെതിരെ നാട്ടുകാർ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നാട്ടുകാർ ഇവിടെ ഈ ക്രഷർ ആരംഭിച്ചത് മുതൽ ഇവർക്ക് ആർക്കും ഇവിടെ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായി ഇപ്പോൾ പറയുന്ന വിഷയമെന്ന് പറയുന്നത്. ഈ ക്രഷർ പ്രവർത്തിച്ചത് മുതൽ ഇവിടെ നിന്ന് പൊടി ധാരാളമായി വരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്ന ആളുകൾക്കെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഈ ക്രഷർ ആരംഭിച്ചത് മുതൽ ആസ്മയും അതുപോലെ തന്നെ ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇവർ ഈ ക്രഷറിനെതിരെ നിരന്തരം പരാതികൾ നൽകിയെങ്കിലും ആരും തന്നെ ഈ പരാതികൾ പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ സമീപവാസികളായിട്ടുള്ള നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ക്രഷറിനെതിരെ പരാതി? ഈ ക്രഷർ കാരണം ഇവിടെ നാട്ടുകാരായിട്ടുള്ള ജനങ്ങൾക്ക് പൂർവികമായി ഇവിടെ താമസിച്ച് വരുന്നവരാണ്. അവർക്ക് ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും. ശ്വാസതടസ്സം, ശരീരത്തിൽ ചൊറിച്ചിൽ, അതുപോലുള്ള അലർജി പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. ചെറിയ കുട്ടികൾ, കിടപ്പ് രോഗികളായ ആളുകളുണ്ട്. അവർക്കൊന്നും അപ്പുറത്തേക്കോ നിൽക്കാൻ പോലും സൗകര്യമില്ലാതെ ഉള്ള അവസ്ഥയിലാണ്. സ്ത്രീകളായാലും കുട്ടികളായാലും വളരെയധികം കഷ്ടപ്പെടുന്നു. സ്കൂളിലേക്ക് ഇവിടെ കോളേജുണ്ട്, 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുണ്ടൂർക്കുന്ന് സ്കൂളുണ്ട്. അവിടേക്കൊക്കെ പോകുന്ന കുട്ടികൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഭാരവാഹനങ്ങൾ പോകുന്നതുകൊണ്ടാണ്. ഭാരവാഹനങ്ങൾ പോകുന്നതുകൊണ്ട് അങ്ങനെയുണ്ട്. വഴിയിലെ പ്രശ്നങ്ങളുണ്ട്. വഴിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇവരെ വൻ വാഹനങ്ങളാണ് വരുന്നത്. ടോറസ് പോലുള്ള 12-16 ചക്രങ്ങളുള്ളതാണ്. ഈ സാധാരണ ഇങ്ങനത്തെ ക്രഷർ കോറയൊക്കെ തുടങ്ങുന്ന സമയത്ത് ജനങ്ങളുടെ ഒരു അനുമതി തേടും, NOC ചോദിക്കും. അത്തരത്തിലൊരു NOC അല്ല ഈ നാട്ടുകാർ കൊടുക്കും. സംഭവം നടന്നിട്ടില്ല. ഞാൻ മുൻപ് സൂചിച്ചമാതിരി ഒരു കോഴി ഫാം തുടങ്ങുന്നതിൽ നമ്മൾ ആ പ്രദേശവാസികളെ സമ്മതം വേണം. ഇത്രയും വലിയൊരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് ഇവിടുത്തെ ഒരു ജനങ്ങളും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ലൈസൻസ് കിട്ടുന്നുള്ള ഈ നാട്ടുകാരുടെ ചോദ്യം, ഞങ്ങളെ ചോദ്യം. ഞങ്ങളൊക്കെ ഇല്ല, ഒരാളും ഒപ്പിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം ഇവിടെ വന്നു എന്നാണ് ഞങ്ങളെ ചോദ്യം. ഇവിടെ നിരന്തരം ബുദ്ധിമുട്ട് തന്നെയാണ്. നിരന്തരം ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ ഈ ഭാരവാഹനങ്ങൾ പോകുന്നതുകൊണ്ട് ചെറിയ ഇടുങ്ങിയ വഴിയാവുന്നതുകൊണ്ട് മറ്റുള്ള വാഹനങ്ങൾ വരുമ്പോൾ അതിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. അതുപോലെ സ്കൂൾ വാഹനങ്ങളെ ഈ വണ്ടി കാരണം തിരിച്ചു വിടേണ്ട ഒരവസ്ഥ. സ്കൂൾ വാഹനങ്ങൾ തിരിച്ചു പോയി ഈ വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയും കൂടിയും ഈ നാട്ടിലുണ്ട്. നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഉമ്മമാരെല്ലാം പറയുന്നു അവർക്ക് ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രദേശവാസികളുടെ ഒരു ഉമ്മ ഉണ്ട്. ഉമ്മ, ഈ ക്രഷർ പ്രവർത്തിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഉമ്മക്കൊക്കെ? ബുദ്ധിമുട്ട്, നല്ല ബുദ്ധിമുട്ടാണ്. എന്ത് പറ്റി? ഇതായി ചൊറിയത് കാരണം അധികം ബുദ്ധിമുട്ട്. ഈ കയ്യിൽ വന്നിട്ടുള്ള ഈ കാണുന്ന പാടുകളൊക്കെ, പിന്നെ വേനൽ പറഞ്ഞ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് ഈ ക്രഷർ വന്നതിന് ശേഷമാണ്. ഈ നിരന്തരം പൊടി വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് ഇപ്പോൾ മഴക്കാലം വന്നപ്പോൾ പൊടി ഇല്ലല്ലോ, അപ്പോൾ ഈ ചൊറി കുറച്ച് കുറവുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ. മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ പൊടി നിരന്തരം വരും. ബുദ്ധിമുട്ടുണ്ട്. ഈ റോഡിൽ കൂടി പോലും ഇങ്ങനെ വെള്ളം തെളിച്ചു. അതുപോലെ ഇത്രയും വാഹനങ്ങൾ പോകുമ്പോൾ അപ്പം തന്നെ വെള്ളം പിന്നെയും ഇങ്ങനെ പൊടി പാറല്ലേ. ആ പൊടി പിന്നെ അവിടുന്ന് അലർജി വരുന്നുണ്ട്. നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടിലായി. ഞങ്ങൾ നാട്ടുകാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇവിടെ ചെറിയ കുട്ടികൾക്ക് ജീവിക്കേണ്ടത്. ഈ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മാറിപ്പോയിക്കോളാനൊക്കെ പറയുന്നൊരു ക്രഷറിൻ്റെ ഉടമ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാവുമെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങൾ ഈ ഒരു രേഖകളെല്ലാം ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നറിയാൻ വേണ്ടി പഞ്ചായത്തിൽ വിവരാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറുപടിയും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. പഞ്ചായത്ത് ആ വിവരാവകാശം തരാണ്ട് ഇപ്പോൾ ഞങ്ങൾ കളക്ടറുമായിട്ട് പരാതി പോയിട്ടുണ്ട്. ഇനി ഒരു ജനകീയമായിട്ടുള്ളൊരു പ്രക്ഷോഭം തന്നെ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാർ പറയുന്നത് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ എത്രയും പെട്ടെന്ന് നടപടി ഇല്ലെങ്കിൽ തങ്ങൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നീളും എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ വാഹനങ്ങളെല്ലാം ഈ ക്രഷറിലേക്കുള്ളതാണ്. ഈ ക്രഷറിലേക്കുള്ളതാണ്. നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. ഇത് മാത്രമല്ല, ടോറസുകൾ, 16 പേരുള്ള ടോറസുകൾ, വലിയ ഭാരം കൂടിയ വാഹനങ്ങൾ, റോഡൊക്കെ പറ്റ പൊളിഞ്ഞ് നാശമായി. ഇനിയൊന്നും ഇവിടെ നാശാവല്ല. ഞങ്ങളുടെ സ്വൈര ജീവിതം ഇല്ലാതായി. നിങ്ങളോട് ഇവരെന്താ പറയുന്നത്? ഈ ക്രഷറിന്റെ ഞങ്ങളോട് ഇവിടുന്ന് പോകാനാണ് പറയുന്നത്. മൂപ്പർക്ക് സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് 150 വർഷത്തോളം ഞങ്ങളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അവരോടൊക്കെ ഇവിടുന്ന് പോകാനാണ് പറയണത്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ക്രഷർ ഇവിടെ ഒരു കാരണവശാലും ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല. വീടൊക്കെ ഇവിടുന്ന് വിറ്റുപോയി. ഇവിടെയുള്ള ആളുകളെ വീടൊക്കെ വിറ്റുപോയി. ഇവിടെ ഇനി ഏത് വീട് വിൽക്കാൻ തയ്യാറാണെങ്കിലും മൂപ്പരെടുത്തോളാം എന്നാണ് പറയുന്നത്.
ഇവിടെയുള്ള ആൾക്കാരോട് പോകാനാണ് പറയണത്. 4-5 കുട്ടികൾ മൂക്കിൽ ശ്വാസകോശ തടസ്സം വന്ന് വിട്ടുമാറാത്ത ജലദോഷം കാരണം സർജറി കഴിഞ്ഞ അഡിനോയിഡ് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. ഈ പൊടി ശല്യം കാരണം ശല്യം കാരണം ആശുപത്രി പോയ വിട്ടുമാറാത്ത ജലദോഷം ഏകദേശം 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇത് സ്ഥിരമായി ഇവിടെ നിന്നാണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? നഗ്നമായ നിയമലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോറി ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ആരും അറിഞ്ഞില്ല? അത് ഞാൻ പറഞ്ഞല്ലേ, ഇവർ ആദ്യം തുടങ്ങിയത് പുൽകൃഷിയാണ്. അപ്പോൾ പുല്ലിങ്ങനെ വളർന്നപ്പോൾ ചില ആളുകൾ പുല്ല് വെട്ടാൻ ചെന്നപ്പോൾ അവർ ആട്ടി ഓടിച്ചു ഞങ്ങൾ. അതിനുശേഷം അതിൽ ചേന നട്ടു. അങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിച്ചത് കൃഷിയാണ്. പിന്നെ ജനങ്ങൾ അറിയാതെ ഇത് ഓരോന്ന് ഈ കൊണ്ടുവന്നിട്ട് ഈ പുല്ലും കാടും കാരണം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ ജനങ്ങളെ പറ്റിച്ചിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അത് എന്തായാലും ഞങ്ങൾ അനുഭവിക്കില്ല. ഇവിടെ യുവാക്കളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഈ പ്രതിഷേധമായി ഇവിടെ എത്തിയപ്പോൾ അവരെന്താ പറയുന്നത്? അവർ വലിയ രീതിയിലുള്ള ഭീഷണികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എന്ത് പറഞ്ഞാൽ ഭീഷണിപ്പെടുന്നത്? അവർ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടിച്ചിടും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. അതായത് നാട്ടിലെ പാലങ്ങളും റോഡൊക്കെ തകർന്നു. ഇപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ പാലം പറ്റേ തകർന്നു. ഇപ്പോൾ ഈ ചെറിയ വണ്ടികൾ ഇപ്പോൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ പോലും ഞങ്ങളെ കണ്ണ് വെട്ടിച്ചിട്ട് അവർ രാത്രിയൊക്കെ വലിയ ഹെവി വെഹിക്കിൾ അത് കൂടെ കടന്നു വിടുന്നത്. അവിടെ എല്ലാ ഭാഗത്തും ബോർഡും അലർട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ 3 ബോർവെല്ലറാണ് അവിടെ, വലിയ ബോർവെല്ലറാണ്. ഈ ബോർവെല്ലറിന് ഇന്നേ വരെ ഒരു NOC പോലും എടുത്തിട്ടില്ല. ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്ത് നോക്കുമ്പോൾ വന്ന് അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് അന്വേഷണം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ബോർവെല്ലറിന് പോലും പാസ് എടുത്തിട്ടില്ല. അങ്ങോട്ട് അവർ പറയുന്നത് ആകെ 5000 ലിറ്റർ യൂസ് ചെയ്യാനുള്ള പെർമിറ്റാണ്. ഇവിടെ ഈ റോഡ് നനക്കാൻ മാത്രം 35,000-ൽ കൂടുതൽ ലിറ്റർ വെള്ളം ഓരോ ദിവസം ഞങ്ങൾ കാണുന്നതാണ്. ഇപ്പോൾ മഴയായിട്ട് നനക്കുന്നില്ല, വേനൽക്ക് 35,000 ലിറ്ററോളം വെള്ളം ഇവിടെ മാത്രമാണ്. പിന്നെ അവർക്ക് അവിടെ 10,000-ൽ കൂടുതൽ ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇത്രയും NOC ഇല്ലാണ്ടാണ് ഈ ഭൂഗർഭ ജലം എടുക്കുന്നത്. അതിൻ്റെ കാരണമാണ് ഒരു കാലത്തും പറ്റാത്ത കിണറുകളാണ് ഇവിടെ പറ്റിയിട്ടില്ല. കാരണം 3 റിങ് 4 റിങ് ഏത് കടുത്ത വേനൽക്കും ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ കിട്ടാണ്ട്. അടുത്ത് വീടുള്ള ആളാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് ഇതാണ്, നേരെ പുറകിലെ വീട് എൻ്റെ വീട് വിറ്റ്. ജ്യേഷ്ഠൻ ഇപ്പോൾ ഓൾറെഡി വിറ്റു, റേഷനും കഴിഞ്ഞിട്ടില്ല, ആള് വിറ്റു പോയിട്ടുണ്ട്. നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെ? ഞങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളുടെ ഈ ചാല് തൂർത്തു, പിന്നെ പൊടിശല്യം, വലിയ ടോറസുകൾ, കുട്ടികൾക്ക് റോട്ടിൽ കയറാൻ പാടില്ല, അലർജി രോഗങ്ങൾ, ക്രഷർ വേണ്ടെന്നാണ്? ക്രഷർ വേണ്ടാന്ന് തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ മൊത്തം അഭിപ്രായം. എല്ലാവർക്കും നിങ്ങളോടൊക്കെ ഇത്ര അടുത്താണ് നിങ്ങളുടെയൊക്കെ വീടുള്ളത്, അപ്പോൾ നിങ്ങളോടൊന്നും ഈ സമ്മതം ചോദിക്കുക അല്ലെങ്കിൽ NOC വാങ്ങുന്ന അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇയാൾ പഞ്ചായത്തിനെയും മറ്റ് ഓഫീസുകളൊക്കെ കബളിപ്പിച്ചിട്ടാണ്, രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ക്രഷർ വേണ്ടെന്ന് ക്രഷർ വേണ്ട, അതന്നെ ഞങ്ങളുടെ തീരുമാനം. ഈ ബിസിനസ്സിനെതിരല്ല, പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് ഒരാളുടെയും ബിസിനസ്സിനെതിരല്ല, പക്ഷേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥാപനം ഉള്ള കാരണമാണ് ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രഷർ പറ്റില്ല, അതാണ് ഞങ്ങൾ ഡിമാൻഡ്. ശ്വാസമുട്ടുള്ള ആളാണ്, എന്നും മരുന്ന് കഴിക്കുന്ന ആളാണ്. ഇപ്പോൾ കൂടുതൽ മരുന്ന് കഴിക്കാണ്. ഇവൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലായിട്ട് അഡ്മിറ്റായിട്ട് ഇപ്പോൾ കുര ഇളകിയിട്ട് അതൊന്നും നമ്മൾ പറയണില്ലാന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് അപ്പുറത്താണ് എൻ്റെ വീടെന്നേ ഉള്ളൂ. ഭയങ്കര ശല്യമാണെന്ന് കൊണ്ട് എൻ്റെ വീടിൻ്റെ പടിക്കൽ അലാക്കിലൊരു കുഴി, അവർ മാറിത്തരില്ല വണ്ടി. ഈ ക്രഷറിനെതിരെ നാട്ടുകാർ അവരുടെ പരാതികളാണ് നമ്മൾ കേട്ടത്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലാ ഭരണകൂടത്തിനാണ് ഈ നാട്ടുകാർ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമെന്നും അവരുടെ ആളുകൾ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഈ ക്രഷർ ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ ഈ നാട്ടിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട 3 റോഡുകളുണ്ട്, ആ റോഡുകൾ തകരുന്നു. അവിടേക്ക് വരുന്ന കൽവേട്ടുകളും പാലങ്ങളും എല്ലാം തകർന്ന സ്ഥിതിയിലാണുള്ളത്. കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് സുരക്ഷിതമായി പോകാൻ സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. പൊടിശല്യം കൊണ്ട് തന്നെ അവർക്ക് ശ്വാസമുട്ട് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ വേണം. നിലവിൽ ഒറ്റപ്പാലം MLA ആയിട്ടുള്ള K പ്രേംകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തി ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമാവില്ല. ജില്ലാ ഭരണകൂടം തന്നെ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ നടത്തണം. ജില്ലാ കളക്ടർ തന്നെ ഇടപെടൽ നടത്തണം. ഈ ക്രഷറിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.